ഗുരുവായൂർ അമ്പലത്തിൽ പോയ ജാസ്മിൻ ജാഫർ എന്താണ് ചെയ്തത്, എന്താണ് ഇതിന് പിന്നിലുള്ള വിവാദം? നിങ്ങൾ ഹിന്ദു ആവട്ടെ ഹിന്ദു അല്ലാത്തവരാവട്ടെ, ഒരു കാരണവശാലും ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ഗുരുവായൂർ അമ്പലത്തിൽ പോയി ചെയ്യാൻ നിൽക്കരുത്. നല്ല രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ടാവും. ഗുരുവായൂർ അമ്പലം എന്ന് പറയുന്നത് മറ്റുള്ള ക്ഷേത്രങ്ങളെ പോലെ എല്ലാവർക്കും വരാനും എന്തും ചെയ്യാനും ഉള്ള ഒരു ക്ഷേത്രമല്ല എന്ന് കൂടി ആലോചിക്കുക. ഗുരുവായൂർ അമ്പലത്തിന് ഉള്ളിലേക്ക് അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ലാത്തൊരു ക്ഷേത്രമാണ്. ഗുരുവായൂരപ്പനിൽ വിശ്വസിക്കുന്നവർക്ക് മാത്രമേ ഉള്ളൂ പ്രവേശനം എന്നുകൂടി നമ്മൾ ആലോചിക്കുക. പല മതത്തിൽപ്പെടുന്ന ആൾക്കാരും ഗുരുവായൂരിലേക്ക് വരാറുണ്ട്. അവർക്കൊക്കെ ഗുരുവായൂരപ്പനിൽ വിശ്വാസമുള്ളവർ കാണും. അവിടെ വന്ന് അവർക്ക് തൊഴാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. അതിൻ്റെ ഫ്രണ്ടിൽ വന്ന് തൊഴാം. അകത്തേക്ക് നാലമ്പലത്തിനുള്ളിലേക്ക് പ്രവേശനമില്ല എന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ ഇതൊന്നും അല്ലാത്ത ചില നിയമങ്ങൾ കൂടി ആ ക്ഷേത്രത്തിലുണ്ട്. ഞാൻ ഈ അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല എന്നൊക്കെ പറയുന്ന ബോർഡ് അവിടെ ഇരിപ്പുണ്ട്. അതിനൊന്നും വിമർശിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം ആ നിയമം ആ അമ്പലത്തിൻ്റെ നിയമമാണ്. അവിടെ അമ്പലത്തിൽ വരുന്നവർ ആ നിയമം വിശ്വസിച്ചാൽ മതി. ആ അമ്പലത്തിൽ വിശ്വസിക്കുന്നവർ ആ അമ്പലങ്ങളിലേക്കും വന്നാൽ മതി. കാരണം അതൊരു ടൂറിസ്റ്റ് സെൻ്റർ അല്ല, ഒരു മതത്തിൻ്റെ വിശ്വാസപ്രകാരമായിട്ടുള്ള ഒരു ക്ഷേത്രമാണ്. അവിടെ എല്ലാവരും കയറണം എന്ന് വാശി പിടിക്കുന്നതിനകത്ത് അർത്ഥമില്ല. അവിടെ വിശ്വാസിയായിട്ടുള്ള ഹിന്ദുക്കളാണല്ലോ ഗുരുവായൂരപ്പൻ്റെ വിശ്വാസികൾ. അപ്പോൾ അവർക്ക് കയറാനുള്ള സ്പേസ് മാത്രമാണ് ഗുരുവായൂർ അമ്പലം എന്ന് പറയുന്നത്. എന്നാൽ ചില ആൾക്കാരെങ്കിലും ഗുരുവായൂരിൽ വരാറുണ്ട്, പല മതത്തിൽപ്പെടുന്ന ആൾക്കാർ വരാറുണ്ട്. അവരൊക്കെ വന്ന് ഫ്രണ്ടിൽ നിന്ന് തൊഴാറുണ്ട്, അവർ തിരിച്ചു പോകാറുണ്ട്. എന്നാൽ എന്താണ് ജാസ്മിൻ ജാഫറുമായി ബന്ധപ്പെട്ട വിവാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ജാസ്മിൻ ആവട്ടെ ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിപ്പെടുന്ന ഒരു പെൺകുട്ടിയാണ്. അവർക്ക് ഗുരുവായൂരപ്പനിൽ വിശ്വാസം ഉണ്ടെങ്കിൽ വരാം, തൊഴാം, തിരിച്ചു പോകാം. അല്ലെങ്കിൽ ഹിന്ദു വിഭാഗത്തിൽപ്പെടുന്ന ആൾക്കാരാവട്ടെ, ഇത് രണ്ട് വിഭാഗത്തിൽപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ പോലും ഗുരുവായൂരിൽ വന്ന് ഞാനീ പറയാൻ പോകുന്ന കാര്യങ്ങൾ ചെയ്യരുത്. ഗുരുവായൂരിൽ പലതരത്തിലുള്ള നിരീക്ഷണങ്ങളും കോടതിയുടെ ഉത്തരവുകളുള്ള ക്ഷേത്രങ്ങളാണ്. ദേവസ്വം ബോർഡിന് കീഴിലുള്ള ക്ഷേത്രമായതുകൊണ്ട് തന്നെ മേൽനോട്ടം കോടതി വഹിക്കുന്ന ഒരു ക്ഷേത്രം കൂടിയാണ്. ഒരു ചെറിയ കാര്യങ്ങൾക്ക് പോലും കോടതിയുടെ നിരീക്ഷണം വരുന്ന ക്ഷേത്രം കൂടിയാണ്. അവിടെ നമ്മളിപ്പം ശബരിമലയെ പോലെ അല്ലെങ്കിൽ ഓച്ചിറ അമ്പലം പോലെ എല്ലാ വിഭാഗത്തിൽപ്പെടുന്ന ആൾക്കാർക്കും വരാനും പോകാനും സാധിക്കാത്തൊരു ക്ഷേത്രം കൂടിയാണ് അകത്തേക്ക്. അവിടെ ക്ഷേത്രക്കുളത്തിൽ പോലും ചില ആൾക്കാർക്ക് ഇറങ്ങാനുള്ള അനുവാദമില്ല എന്നുള്ള രീതിയിലൊക്കെ ഞാൻ വാർത്ത ഇപ്പോഴാണ് കാണുന്നത്. ഗുരുവായൂർ അമ്പലത്തിൽ നിങ്ങൾക്ക് തൊഴാൻ പോവാം. നിങ്ങൾക്ക് വിശ്വാസത്തിൻ്റെ പേരിൽ കൃഷ്ണനെ വിശ്വസിച്ച് അവിടെ പോകാം. വിശ്വാസം എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് തൊഴാം, തിരിച്ചു വരാം. ഇതിനൊന്നും ഒരു പ്രശ്നമില്ല. പക്ഷേ നിങ്ങൾ അവിടെ പോകുന്നത് റീൽ എടുക്കാനാണ്, അല്ലെങ്കിൽ ഗുരുവായൂർ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലെ ആ ക്യാൻവാസിൽ നിങ്ങൾക്ക് ഡാൻസ് ചെയ്യണം എന്നാണ് ആഗ്രഹമെങ്കിൽ ചില ആൾക്കാരൊക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് വെറുതെ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ പോയി തൊഴാൻ നിൽക്കുന്നവർക്ക് പോലും ശല്യം ഉണ്ടാക്കുന്നില്ല. ഇത് നല്ല രീതിയിൽ ട്രാവൽ ചെയ്ത് വരുന്ന ആൾക്കാരുണ്ട്. ഇവരുടെ ഒരേ ഒരു ലക്ഷ്യം ഗുരുവായൂരപ്പനെ കാണുക, തൊഴുക, പ്രാർത്ഥിക്കുക, പോവുക എന്നുള്ളതാണ്. എന്നാൽ ഇതൊന്നും അല്ലാതെ ചില ആൾക്കാർ അവിടെ വന്നിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ആ ക്യാൻവാസിൽ ആ ഒരു ഫ്രെയിമിൽ നിന്നിട്ട് അവർക്ക് റീൽ എടുക്കണം, അവർക്ക് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യണം. അവരവിടെ നിന്ന് ഡാൻസ് ചെയ്യും, അവിടെ കിടന്ന് ഓടുക, അങ്ങനെ പല പരിപാടി അവിടെ നടക്കുന്നുണ്ടായിരുന്നു. ചില ആൾക്കാരൊക്കെ വന്നിട്ട് അവിടെ കേക്ക് കട്ട് ചെയ്യുന്ന കലാപരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. ഒരു പടം വരയ്ക്കുന്ന ഒരു പെൺകുട്ടിയൊക്കെ ഉണ്ടായിരുന്നു. അവർക്ക് നിങ്ങൾക്കറിയാമായിരിക്കും, ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിയിൽപ്പെടുന്ന പെൺകുട്ടി കൃഷ്ണൻ എന്നുള്ള രീതിയിൽ വന്നിട്ട് അവിടെ കേക്ക് കട്ട് ചെയ്യുന്ന ഒരു സീനൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷം ആണ് കോടതി പറഞ്ഞത് ഒരു കാരണവശാലും ക്ഷേത്രത്തിൻ്റെ ആ നാലമ്പലത്തിൽ ആ പന്തലിൻ്റെ ആ ഭാഗത്ത് വന്നിട്ട് ആർക്കും റീൽ ഷൂട്ട് ചെയ്യാനുള്ള അവകാശമൊന്നുമില്ല. അവിടെ ആ കൂടി നിങ്ങൾക്ക് വീഡിയോ ചിത്രീകരിക്കണമെങ്കിൽ അവിടെ കല്യാണവുമായി ബന്ധപ്പെട്ട് വരുന്ന ഒഫീഷ്യലായിട്ടുള്ള ഈ വീഡിയോഗ്രാഫർമാരുണ്ട്. അവർക്ക് മാത്രമേ കല്യാണ പാർട്ടിയുടെ വീഡിയോ അവിടെ ചിത്രീകരിക്കാനുള്ള അവകാശമുള്ളൂ. അതല്ലാതെ ആര് വന്ന് അവിടെ റീൽ ഷൂട്ട് ചെയ്യുന്നതായാലും കോടതിയുടെ നടപടിയുണ്ട്. അതവിടെ കൃത്യമായ രീതിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് അവിടെ ചോദിച്ചാൽ മനസ്സിലാവും, സെക്യൂരിറ്റിയോട് ചോദിച്ചാൽ മനസ്സിലാവും. നമുക്ക് ഇന്നൊരു ഫോട്ടോ എടുക്കാം. നമ്മൾ ദൂരെ നിന്നൊക്കെ വരികയാണ്, ഗുരുവായൂർ ആ അമ്പലത്തിൻ്റെ ആ ഫ്രെയിമിൽ നിന്നിട്ട് നമുക്കൊന്ന് സെൽഫി എടുക്കുന്നതുകൊണ്ട് വലിയ കുഴപ്പമില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ അവിടെ തിരക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത്. പക്ഷേ വീഡിയോ ചിത്രീകരിക്കാനോ റീൽ ചിത്രീകരിക്കാനോ അവിടെ അവകാശമില്ല. അത് നിങ്ങൾ ഹിന്ദു ആണെങ്കിലും മുസ്ലിം ആണെങ്കിലും നിങ്ങൾക്ക് അവിടെ അവകാശമില്ല എന്ന് മനസ്സിലാക്കുക. മറ്റുള്ള ക്ഷേത്രങ്ങളെ പോലെ അല്ല ഗുരുവായൂർ. കുറേ നിബന്ധനകളുള്ളൊരു ക്ഷേത്രം. വലിയ ദൂരമൊക്കെ കവർ ചെയ്ത് പല ആൾക്കാരും ഒന്ന് ഗുരുവായൂരപ്പനെ കാണാനുള്ള രീതിയിൽ വന്ന് പ്രാർത്ഥിക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ അവർക്ക് ഉപദ്രവം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് കോടതി അത് പറഞ്ഞിരിക്കുന്നത്. എന്താണ് ബിഗ് ബോസ് താരമായിട്ടുള്ള ജാസ്മിൻ അവിടെ ചെയ്തിരിക്കുന്നതെന്ന് ഏഷ്യാനെറ്റ് ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്. ഞാനിവിടെ വായിക്കാം. ബിഗ് ബോസ് താരം ജാസ്മിൻ ജാഫറിനെതിരെ പോലീസ് പരാതി നൽകിയിട്ടുണ്ട്. ഞാൻ വിചാരിച്ച ഏതെങ്കിലും പ്രൈവറ്റ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും പരാതി നൽകുന്നത്. എന്നാൽ അങ്ങനെയല്ല. ഗുരുവായൂർ ക്ഷേത്ര തീർത്ഥക്കുളത്തിൽ റീൽസ് ചിത്രീകരിച്ചതിന് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും ബിഗ് ബോസ് താരവുമായ ജാസ്മിൻ ജാഫറിനെതിരെ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. അതായത് അവിടുത്തെ ദേവസ്വം അഡ്മിനിസ്ട്രേറ്ററാണ്, ഈ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ആളാണ് അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്നത്. പുള്ളിക്കാരനാണ് പരാതി നൽകുന്നത്. പരാതി പോലീസ് കോടതിക്ക് കൈമാറിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, അവിടുത്തെ കോടതി, ഹൈക്കോടതി ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുള്ള മേൽനോട്ടം വഹിക്കുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഒരു ചെറിയ കാര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ കോടതിയുമായി ബന്ധപ്പെട്ടത് എത്തുന്നതാണ്. വീഡിയോ ചിത്രീകരിക്കുന്നത് ഹൈക്കോടതി നിരോധനം ഏർപ്പെടുത്തിയ നടപ്പുരയിലും റീൽസ് ചിത്രീകരിച്ചെന്നാണ് പരാതി. ഇനി ഗുരുവായൂർ പോകുന്ന ഓരോരുത്തരും മനസ്സിലാക്കുക, നിങ്ങൾ ഒരു കാരണവശാലും അവിടെ ഭക്തിക്കല്ലാതെ
വെറും ഷോയ്ക്ക് വേണ്ടിയോ വെറും വീഡിയോ എടുക്കാൻ വേണ്ടിയോ ഗുരുവായൂരിൽ പോകുന്നത് നിർത്തുക എന്നുള്ളത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ജാസ്മിൻ ജാഫർ എന്ന ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് വഴിയാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ കാൽ കഴുകി റീൽസ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. 3 ദിവസം മുമ്പാണ് വീഡിയോ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ആറാട്ടിന് ശ്രീകൃഷ്ണ ഭഗവാനെ കൊണ്ടുപോകുന്ന ക്ഷേത്രകുളത്തിലാണ് ഈ കാര്യങ്ങൾ ചെയ്തത്, കാല് കഴുകിയിരിക്കുന്നത്. ക്ഷേത്രത്തിന്റെ ഭാഗമായ പവിത്രക്കുളത്തിൽ വീഡിയോ ചിത്രീകരിക്കുന്നതിന് വിലക്കുണ്ട് എന്നുകൂടി ആലോചിക്കുക. ചിത്രീകരണത്തിന് വിലക്കുണ്ട്. അഹിന്ദുക്കൾക്ക് കുളത്തിലിറങ്ങാൻ അനുമതിയുമില്ല. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് എൻ്റെ വീഡിയോ കാണുന്ന അഹിന്ദുക്കളായിട്ടുള്ള ഹിന്ദുസ് അല്ലാത്ത ആൾക്കാർ ഗുരുവായൂരിൽ പോകാറുണ്ട്. നിങ്ങളുടെ വിശ്വാസം, ഗുരുവായൂരപ്പന് വിശ്വാസമുള്ള ഒരാൾ പോകാറുണ്ട്, ഫ്രണ്ടിൽ നിന്ന് തൊഴാറുണ്ട്. നമ്മൾ എത്ര പ്രാവശ്യം പല സെലിബ്രിറ്റീസ് ആയിട്ടുള്ള ആൾക്കാരും പോകുന്നതും തൊഴുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതുപോലെ കുറേ നിബന്ധനകളൂടി ക്ഷേത്രത്തിലുണ്ട്. അകത്തേക്ക് കയറാൻ അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല. അതുപോലെ തന്നെ അവിടുത്തെ കുളത്തിലിറങ്ങാനും അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല. പ്രത്യേകം നിങ്ങൾ ഈ വീഡിയോ മനസ്സിലാക്കി വെക്കുക. അനുമതിയില്ലാതെ റീൽസ് ചിത്രീകരിച്ചതിനെതിരെ ദേവസ്വം അഡ്മിനിസ്ട്രേറ്ററാണ് പരാതി നൽകി. കൃഷ്ണ ഭഗവാനെ ആറാട്ടിന് കൊണ്ടുവരുന്ന കുളത്തിലാണ് ജാസ്മിൻ ജാഫർ പോയിട്ട് കാല് കഴുകിയൊക്കെ ഒരു റീൽ എടുത്തിട്ടിരിക്കുന്നത്. ജാസ്മിൻ ജാഫറിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അവർക്ക് അറിയില്ല. ഞാൻ മറ്റൊരു മതത്തിൽപ്പെടുന്ന ഒരാളാണ്. അവർക്ക് ചിലപ്പം ഗുരുവായൂരപ്പന് വിശ്വാസം കാണുമായിരിക്കും, അങ്ങനെ വന്നതായിരിക്കും. അപ്പോൾ അവിടെ വന്നപ്പം സ്വാഭാവികമായിട്ടും പല ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ നമ്മൾ കാലൊക്കെ ഇറങ്ങി കഴുകാറുണ്ട്. പലപ്പോഴും നമുക്കും ഇത് അറിയണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇപ്പോൾ ജാസ്മിൻ്റെ ഒരു വിശദീകരണം വന്നിരിക്കുന്നത്, എന്നെ സ്നേഹിക്കുന്നവർക്കും മറ്റുള്ളവർക്കും ഞാൻ ചെയ്ത ഒരു വീഡിയോ ബുദ്ധിമുട്ടുണ്ടാക്കിയതായി മനസ്സിലാക്കുന്നു. ആരെയും വേദനിപ്പിക്കാൻ വേണ്ടിയോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിന് വിചാരിച്ചോ ചെയ്തതല്ല. അറിവില്ലായ്മ കൊണ്ട് എൻ്റെ ഭാഗത്തുനിന്നുണ്ടായ തെറ്റിന് ഞാൻ എല്ലാവരോടും ആത്മാർത്ഥമായി ക്ഷമ ചോദിക്കുന്നു എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അപ്പം പുതിയ ഒരു സ്ഥലത്ത് എല്ലാം നിർത്തി ചില കാര്യങ്ങൾ നമ്മൾക്കും അബദ്ധം പറ്റിയേക്കാം, നമുക്കും അറിയാത്ത ആൾക്കാരുണ്ടായിരിക്കാം. അപ്പോൾ അത്തരത്തിൽ അവർ ക്ഷമ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അവരെ ഈ പേരിൽ ഇനിയും ആക്ഷേപിക്കുന്നതോട് എനിക്ക് യോജിപ്പൊന്നുമില്ല. അവർ കൃത്യമായ രീതിയിൽ പറയുന്നുണ്ട്, എനിക്ക് അറിവില്ലായ്മ കൊണ്ടാണ് ഞാനത് ചെയ്തത്. അതുപോലെ തന്നെ അമ്പലത്തിൽ പോകുന്നത് ഭക്തിയുടെ പേരിലാണെന്നുണ്ടെങ്കിൽ നല്ലത്. നിങ്ങൾക്ക് ഗുരുവായൂരപ്പനെ കാണാൻ വേണ്ടി മാത്രമായിരിക്കണം ക്ഷേത്രത്തിൽ പോകേണ്ടത്. അതല്ലാതെ ഒരു ടൂറിസ്റ്റ് പ്ലേസ് അല്ല. എല്ലാവർക്കും എന്തും ചെയ്യാനുള്ളൊരു സ്പേസ് അല്ല ഗുരുവായൂർ അമ്പലം. ഗുരുവായൂർ പോകുന്നവർ പ്രത്യേകം അറിയേണ്ട ഒരു കാര്യം, ഒരു കാരണവശാലും അവിടെ പോയി നമ്മൾ റീൽസ് ചിത്രീകരിക്കാൻ വേണ്ടി ഗുരുവായൂരിലേക്ക് പോകരുത്. അങ്ങനെ ക്ഷേത്രം എന്ന് പറയുന്നത് വിശ്വാസിക്കുള്ള ഒരു സ്ഥലമാണ്, വിശ്വാസിയുടെ സ്പേസ് ആണ്. നിങ്ങളൊരു വിശ്വാസിയാണെങ്കിൽ, മറ്റൊരു വിഭാഗത്തിൽപ്പെടുന്ന വിശ്വാസിയാണെങ്കിൽ നിങ്ങൾ അവിടെ വന്ന് കൃഷ്ണനെ കാണുക, ആ സ്ഥലത്തെ സമാധാനം ആസ്വദിക്കുക, പ്രാർത്ഥിക്കുക, തിരിച്ചു പോവുക. ഇത് കാര്യങ്ങൾ മനസ്സിലാക്കി ഗുരുവായൂരപ്പനെ അല്ലെങ്കിൽ കൃഷ്ണനെ വിശ്വാസമുള്ളവർ, അതിപ്പോൾ ഹിന്ദുസിലുള്ള വിശ്വാസമുള്ളവർ മാത്രം ഗുരുവായൂരിലേക്ക് ചെല്ലാൻ ശ്രമിക്കുക. അതൊരു അമ്പലമാണ് എന്ന് മാത്രമേ എനിക്ക് പറയുള്ളൂ. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക. നിങ്ങൾ ഗുരുവായൂരിൽ പോയി ഞാനീ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാൻ നിൽക്കരുത്. ഗുരുവായൂർ അമ്പലത്തിൽ പോയിട്ട് നിങ്ങൾ സിനിമാ നടനോ സിനിമാ നടിയോ ആകേണ്ട കാര്യമില്ല. നിങ്ങൾ അഭിനയിക്കേണ്ട കാര്യമില്ല. തൊഴുക, തിരിച്ചു വരിക. കണ്ണനെ കാണാനാണ് പോയെങ്കിൽ കണ്ണനെ കാണുക. പല ആൾക്കാരും ജാസ്മിൻ ജാഫറിന്റെ കമന്റ് ബോക്സിൽ പോയിട്ട് പലതും പറയുന്നുണ്ട്. സ്വന്തം മതത്തിൽപ്പെടുന്ന മുസ്ലിം മതത്തിൽപ്പെടുന്ന ആൾക്കാർ തന്നെ ജാസ്മിൻ ജാഫറിനെയൊക്കെ വലിയ രീതിയിൽ പറയുന്നുണ്ട്. ആ പെൺകുട്ടി കൃഷ്ണനെ കാണാൻ വന്നതാണെന്നുണ്ടെങ്കിൽ ഞാൻ അതിനെ ഒന്നും എതിർക്കുന്ന പോലും ഇല്ല. പല ആൾക്കാരും മതത്തിന്റെ പേരിൽ ജാസ്മിൻ ജാഫറിനെയൊക്കെ പലതും പറയുന്നുണ്ട്. അതിനോടും എനിക്ക് യോജിപ്പില്ല. അവർക്കൊരു തെറ്റുപറ്റി, തെറ്റവർ തിരുത്താൻ തയ്യാറാണ്. അവർ മാപ്പും ചോദിച്ചിട്ടുണ്ട്. അതവിടെ അവസാനിപ്പിക്കുക എന്നുള്ളതാണ്. ഒരു കാരണവശാലും നിങ്ങൾ ബാക്കിയുള്ള അമ്പലങ്ങളിൽ പോയി ചെയ്യുന്ന പോലെ ഗുരുവായൂർ പോയി ചെയ്യരുത്. പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്.